ലോക്സഭാ പ്രതിപക്ഷ നേതാവായി 100 ദിവസം തികയുന്ന രാഹുൽ ഗാന്ധിയെ അഭിനന്ദിച്ചുകൊണ്ട് കോൺഗ്രസ് രംഗത്തെത്തി. രാഹുൽ ശബ്ദമില്ലാത്തവരുടെ ശബ്ദമാണെന്നും ഇന്ത്യയിൽ ജനാധിപത്യം പുനഃസ്ഥാപിക്കാനുള്ള ദൗത്യം ആരംഭിച്ചുവെന്നും കോൺഗ്രസ് കുറിച്ചു. 100 ദിവസം മുൻപ് ഇന്ത്യക്ക് ഒരു പ്രതിപക്ഷ നേതാവിനെ മാത്രമല്ല ലഭിച്ചത്, ഞങ്ങൾ ഒരു ശബ്ദം കണ്ടെത്തി എന്ന് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി, ഓർഗനൈസേഷൻ ഇൻചാർജ് കെ സി വേണുഗോപാൽ പറഞ്ഞു. 100 ദിവസം കൊണ്ട് തന്നെ ഒരു പ്രതിപക്ഷ നേതാവ് എങ്ങനെയായിരിക്കണമെന്ന് രാഹുൽ ഗാന്ധി കാണിച്ചു കൊടുക്കുകയായിരുന്നു. അദ്ദേഹം വിദ്വേഷത്തിനെതിരെ സംസാരിച്ചു. സർക്കാർ അവഗണിക്കുകയും നിരസിക്കുകയും ചെയ്തവർക്ക് വേണ്ടി ശബ്ദമുയർത്തി. ഭരണകൂടത്തെ വളച്ചൊടിക്കുന്ന ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ചോദ്യങ്ങൾ ചോദിച്ചു. ഏറ്റവും പ്രധാനമായി ഇന്ത്യയിൽ ജനാധിപത്യം പുനഃസ്ഥാപിക്കാനുള്ള കഠിനമായ ദൗത്യം അദ്ദേഹം ആരംഭിച്ചു എന്നും വേണുഗോപാൽ കൂട്ടിച്ചേർത്തു. നീറ്റ് പരീക്ഷാ ചോർച്ചയോ മണിപ്പൂർ പ്രതിസന്ധിയോ ജാതി സെൻസസോ എന്തുമാകട്ടെ, ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതത്തെ ബാധിക്കുന്ന ഒന്നും രാജ്യത്തുണ്ടാകരുതെന്ന് രാഹുൽ ഗാന്ധി ഉറപ്പാക്കുകയും തെറ്റുകൾ തിരുത്താനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. വേണുഗോപാൽ എക്സിൽ കുറിച്ചത് ഇങ്ങനെയായിരുന്നു: 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. തെറ്റ് ചെയ്യരുത്, ഇത് ഒരു തുടക്കം മാത്രമാണ്. നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്താനുള്ള രാഹുൽ ഗാന്ധിയുടെ ആവേശം ജനിപ്പിക്കുന്ന രാഷ്ട്രീയം മികച്ചതുമായ ഫലങ്ങൾ മാത്രമേ നൽകുകയുള്ളൂ. മുഴുവൻ ഇന്ത്യാ സഖ്യത്തോടൊപ്പം പാർലമെന്റിനകത്തും പുറത്തും ഞങ്ങൾ അവരോട് പല്ലും നഖവും ഉപയോഗിച്ച് പോരാടും. അവരുടെ ഫാസിസ്റ്റ് ഭിന്നിപ്പിക്കൽ അജണ്ട പരാജയപ്പെടുന്നതുവരെ വിശ്രമിക്കില്ലെന്നും വേണുഗോപാൽ പറഞ്ഞു. ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ ആദ്യ 100 ദിവസങ്ങളിൽ ഗാന്ധി പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും അടിച്ചമർത്തപ്പെട്ടവർക്കും വേണ്ടി എപ്പോഴും നിലകൊണ്ടിരുന്നുവെന്ന് കോൺഗ്രസിന്റെ മീഡിയ പബ്ലിസിറ്റി വിഭാഗം മേധാവി പവൻ ഖേര പറഞ്ഞു. മണിപ്പൂരിലെ കലാപങ്ങളിൽ ബാധിക്കപ്പെട്ടവർക്കെതിരെയുള്ള കേന്ദ്ര സർക്കാരിന്റെ വിപരീത നിലപാടുകളെ നിശിതമായി തന്നെ എതിർക്കുന്നതിലൂടെ അരികുവൽക്കരിക്കപ്പെട്ടവർക്കും അടിച്ചമർത്തപ്പെട്ടവർക്കും ഒപ്പമാണ് താനെന്ന് രാഹുൽ വീണ്ടും വീണ്ടും തെളിയിക്കുകയാണെന്ന് പവൻ ഖേര പറഞ്ഞു. 3 തവണ രാഹുൽ മണിപ്പൂർ സന്ദർശിച്ചതായും ദുരിതാശ്വാസ ക്യാമ്പുകളിലെത്തിയ രാഹുൽ ഗാന്ധി ജനങ്ങളുമായി സംവദിക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല പാർലമെന്റിന്റെ അവസ്ഥ ചുണയോടുകൂടി പാർലമെന്റിൽ ഉയർത്തിക്കാട്ടുകയും ചെയ്തതായും പവൻ ഖേര കൂട്ടിച്ചേർത്തു.